അരുൺ, അതാണ് ഈ ചർച്ചയിൽ ഏറ്റവും കാമ്പുള്ള ചോദ്യവും. VS സർക്കാരിൻ്റെ കാലത്ത് പൊരുതി നേടിയൊരു ക്ലോസാണ് നമ്മുടെ മുന്നിലുള്ള 7.2.2 പ്രകാരം 3 മാസം നോട്ടീസ് കൊടുത്ത് 6 മാസം കഴിഞ്ഞും കമ്പനിയുടെ പ്രതികരണം ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ ഓഹരി മുഴുവൻ ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. എന്നിരിക്കെ ഇപ്പോഴൊരു നഷ്ടപരിഹാരത്തിൻ്റെ ക്ലോസുമായി വരുന്നത് ഈ 7.22 എന്ന് പറയുന്ന അന്ന് പൊരുതി നേടിയ ജോസഫ് സി മാത്യുവിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുക്കുകയാണെങ്കിൽ ആ ക്ലോസിനെ തന്നെ നമ്മൾ പണയം വയ്ക്കുകയാണ്. നമ്മൾ ആ ഒരു പദ്ധതിയെ എങ്ങനെയാണോ VSൻ്റെ കാലത്ത് വിഭാവനം ചെയ്യുന്നത് അതിനെ അട്ടിമറിക്കുകയാണ്. വീഴ്ച വരുത്തിയവർക്ക് നഷ്ടപരിഹാരം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത് ആദ്യമായിരിക്കില്ലേ അരുൺ? അല്ല, ഇവിടെ സ്മാർട്ട് സിറ്റി മൂലം 90,000 തൊഴിൽ വേണം എന്നതാണ് കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതുപോലെ തന്നെ 8.8 ദശലക്ഷം അടി ബിൽറ്റ് അപ്പ് സ്പേസ് വേണം. അതിൽ 70% IT മേഖലയിലെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഈ 2 പ്രധാനപ്പെട്ട വ്യവസ്ഥകളും കഴിഞ്ഞ 13 വർഷമായിട്ടും ടീകോം കമ്പനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മൊത്തത്തിൽ കണക്ക് കൂട്ടിയാൽ ആ കമ്പനി തന്നെ ക്ലെയിം ചെയ്യുന്നത് 10,000 പേർക്ക് തൊഴിൽ കൊടുത്തു എന്നത് മാത്രമാണ്. അതുപോലെ ബിൽഡപ്പ് സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ കരാറുകൾ പാലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ആ കമ്പനിയെ ഒഴിവാക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഇപ്പോൾ കമ്പനിയെ ഒഴിവാക്കുമ്പോൾ കൃത്യമായിട്ടൊരു ആർബിട്രേഷൻ ക്ലോസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച പ്രൊസീഡിംഗ്സിലൂടെ ഒഴിവാക്കാനല്ല, ഉഭയകക്ഷി സമ്മതത്തിലൂടെ ഒഴിവാക്കാൻ. അങ്ങനെ പൂർത്തിയാക്കാൻ സമയം നൽകാൻ ഞാൻ സംശയം ചോദിച്ചു. അങ്ങ് ആ വാക്ക് പറയുന്നത് കൊണ്ടാണ് ഒഴിവാക്കുകയാണ് എന്നാണോ ഇന്നിപ്പോൾ മന്ത്രി പറഞ്ഞത്? പിന്മാറാൻ അവർ താല്പര്യം അറിയിച്ചതിന്റെ പുറത്തൊഴിവാക്കുകയാണോ? അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗതയിലുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. IT രംഗത്ത് കഴിഞ്ഞ 5 കൊല്ലം അല്ലെങ്കിൽ അവസാനത്തെ 8 കൊല്ലമായിട്ടുണ്ടായ ഏറ്റവും പുരോഗമനപരമായ അല്ലെങ്കിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം നമ്മുടെ മുന്നിലുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയത് ഉൾപ്പെടെ IT രംഗത്തുള്ള എൻ്റെ കയ്യിൽ കണക്കുണ്ട്, ഞാൻ കണക്ക് കൃത്യമായിട്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ പറയാം. അപ്പോൾ ആ വേഗതയിൽ നമുക്ക് IT രംഗത്തുള്ള വികസനം പൂർത്തീകരിക്കേണ്ടതുണ്ട്. 13 കൊല്ലമായി നമ്മുടെ കരാർ പ്രകാരമുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയാതെ ഒച്ചിഴയുന്ന വേഗതയിലാണ് ടീകോം പോകുന്നത്. ഒരു CEO പോലും ഇല്ലാതെ വർഷങ്ങളായി ടീകോം മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് അതിലെ ഉടമസ്ഥർ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം പ്രഥമദൃഷ്ട്യാ നമ്മുടെ മുന്നിലുള്ള വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വളരെ വേഗത്തിൽ IT മേഖലയിലെ വികസനം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി അവരെ ഒഴിവാക്കുവാനും 246 ഏക്കർ തിരിച്ചെടുക്കുവാനും അവ ഇൻഫോ പാർക്കിൽ അടക്കമുള്ള കമ്പനികൾ അതുപോലെ ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്ന കമ്പനികൾക്ക് ഏറ്റവും യുദ്ധകാല അടിസ്ഥാനത്തിൽ വികസനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള മാറ്റമുണ്ടാക്കുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ കൃത്യമായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂവറെ വെച്ച് ഉള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ടീകോം കമ്പനി ചെലവാക്കിയ ലീസ് പ്രീമിയം തുക അത് ഓൾറെഡി കരാറിലുണ്ട്, 91.52 കോടി രൂപ. അതോടൊപ്പം തന്നെ അവർ ചെലവഴിച്ച തുകയുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ട് അവർ ഇതുവരെ ചെലവഴിച്ച തുക, ആ തുകയുടെ പലിശയും കൂടെ കൂട്ടി മുടക്കുമുതൽ എന്ന രൂപത്തിൽ ഒരു നഷ്ടപരിഹാരം, അതായത് കൂടുതൽ വലിയ തുക കൊടുക്കുക എന്നല്ല, അവർ മുടക്കിയ മുതൽ പ്ലസ് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന രൂപത്തിലാണ്. അത് ഒരു ഉഭയകക്ഷി സമ്മതത്തോടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇതിന്റെ മീഡിയേറ്ററാക്കി നിർത്തിക്കൊണ്ട് കോടതി നടപടികളോ ആർബിട്രേഷൻ പ്രൊസീഡിംഗ്സിനോ സമയം കളയാതെ എത്രയും പെട്ടെന്ന് അവരുമായിട്ടുള്ള കരാർ ക്ലോസ് ചെയ്യുക. അതോടൊപ്പം തന്നെ പക്ഷേ അത് ഈ കരാറിലെ ഏത് വ്യവസ്ഥ പ്രകാരമാണ്? 2007 ഫ്രെയിംവർക്ക് എഗ്രിമെന്റിലെ ഏത് ക്ലോസ് പ്രകാരമാണ് അങ്ങനെ നഷ്ടപരിഹാരം കൊടുത്ത് ഒത്തുതീർപ്പാക്കുന്നത്? അല്ല, ഇതിലിപ്പോൾ നഷ്ടപരിഹാരം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ക്ലോസ് എന്ന രൂപത്തിലല്ല ഞാൻ സൂചിപ്പിച്ചത്. അതായത് അവർ മുടക്കിയ മുതലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് 91.52 കോടിയുടെ കാര്യത്തിൽ കൃത്യമായിട്ട് അതിന്റെ ലീസ് പ്രീമിയത്തിന്റെ കാര്യത്തിൽ സംശയമില്ല, അത് ഫിക്സഡ് റേറ്റ് ആണ്. അതുപോലെ ഇപ്പൊ നടത്തിയ കൺസ്ട്രക്ഷൻ, ആ കൺസ്ട്രക്ഷൻ നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ കൺസ്ട്രക്ഷൻ ഏറ്റെടുക്കുമ്പോൾ ഏതായാലും സ്വാഭാവികമായി സാമാന്യം നാട്ടേക്കമുള്ള ഒരു പലിശയുണ്ട്, ഒരു പലിശ അല്ലെങ്കിൽ അതിന്റെ ഒരു മുടക്കുമുതലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ചെയ്ത പ്രവൃത്തിയുടേതായിട്ടുള്ള ഒരു പ്രതിഫലമുണ്ട്. അതാണ് നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ ക്ലോസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ എക്സ്ട്രാ നഷ്ടപരിഹാരം ഇത്ര കൊടുത്തുകൊണ്ട് അവർ കരാർ പൂർത്തീകരിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഡിഫാൾട്ട് കൊണ്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ പണം എടുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്നല്ല, സൗമ്യമായി ഒരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടെങ്കിൽ ഒരു കൺസിലിയേഷന്റെ ഭാഗമായി ഉഭയകക്ഷി സമ്മതത്തോടെ ഈ കരാർ അവസാനിപ്പിക്കുക, അവരെ ഒഴിവാക്കുക. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ക്ലോസ്, അവരുടെ ഡിമാൻഡ് എത്രയാണ്, നമുക്ക് എത്രയാണ്, അവർ മുടക്കിയ മുതലിൽ അല്ലെങ്കിൽ നിർമ്മിച്ച കൺസ്ട്രക്ഷനിൽ എത്ര ചെലവായി എന്നാണ് നമ്മുടെ ഒരു കണക്ക് കൂട്ടൽ. അതിന് ഒരു ഇൻഡിപെൻഡന്റ് വാല്യൂവറെ വെച്ചുകൊണ്ട് കണക്ക് കൂട്ടി ക്ലോസ് ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ തുക ഗവൺമെന്റ് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുത്ത് നഷ്ടപരിഹാരം എന്ന രൂപത്തിൽ വലിയ ഒരു, അതായത് ഈ മുടക്കുമുതൽ ഒഴിച്ച് മറ്റൊരു വലിയ തുക കൊടുക്കുക എന്നുള്ള രീതിയിലല്ല. ഇത് വളരെ സൗമ്യമായിട്ട് തന്നെ 2023 തന്നെ അതിന്റെ പ്രൊസീഡിംഗ്സ് ആരംഭിച്ചു. കൃത്യമായി 24/6/2023 തന്നെ ഒരു കമ്മിറ്റി
രൂപീകരിച്ചു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ധന, റവന്യൂ, നിയമ, IT സെക്രട്ടറിമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചു. 8/8/2023 അതിന്റെ പ്രഥമ ചർച്ചകൾ ആരംഭിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സമ്മതത്തോടെ, ഇരുകൂട്ടരുടെയും സമ്മതത്തോടെ ഈ കരാർ അവസാനിപ്പിച്ചു പുതിയ മേഖലയിലേക്ക് IT മേഖല. Debate with Dr. Arun Kumar.